ദാ ഓണമിങ്ങെത്തി. എല്ലാവരുടെയും ഒരുക്കങ്ങളൊക്കെ എവിടം വരായി? ഈ അവസാന നിമിഷത്തില് ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു തിരക്കിലാവില്ലേ മിക്കവരും. സത്യത്തില് ഇന്ന് വൈകുന്നേരം ആയപ്പോ നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. മൊത്തത്തില് ഒരു തിരക്ക് പിടിച്ച ഓട്ടമായിരുന്നു. വീട്ടു സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിലും ഈ പച്ചക്കറിയും പൂക്കളും വാങ്ങിക്കേണ്ട ആ ലാസ്റ്റ് നിമിഷത്തിൽ ഒരു തത്രപ്പാടില്ലേ, അത് തന്നെ. പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സമയം എടുത്തു കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞെങ്കിലും ബില്ലിയാനായിട്ട് കുറച്ചധികം നിൽക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് വേണ്ട പൂവ് കൂടെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഞങ്ങളെ അവിടെ ആക്കിയിട്ട് വിഷ്ണു വീണ്ടും തിരിച്ച് ഒളവക്കോട്ടേക്ക് തന്നെ പോയിട്ടോ. രാത്രിക്കായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരുന്നു. കറി വെച്ച് കുറുമ ഉണ്ടാക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ സമയമായതുകൊണ്ട് വിഷ്ണു പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും അത് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കറി പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പൊ സെക്കൻഡ് ടൈം പോയിട്ട് ആൾ അതുകൂടെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ തെച്ചിയില് പൂ നന്നായിട്ട് വിരിഞ്ഞിങ്ങനെ കൊണ്ടായിട്ട് താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛ വൈകുന്നേരം പൂ വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ കുറച്ച് തുളസി കൂടെ വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കെട്ടാലോ. നമ്മൾ മുറ്റത്തിടാൻ പൂ വാങ്ങിച്ച അവിടെ തുളസി ഉണ്ടായിരുന്നു. അത് വളരെ കുറച്ച്, അത് നന്നായിട്ട് വാടിയതായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അച്ഛ പോകുമ്പോൾ ഇതാ കെട്ടിയ പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തുളസിയും കൂടെ കൊണ്ടുവന്നു. കുറച്ച് മുൻപ് വരെ നമ്മൾ പൂ വാങ്ങിച്ചിട്ട് മാല നമ്മൾ തന്നെ കോർത്താണ് കേട്ടോ പൂജാമുറിയിൽ ഇടാറുള്ളത്. പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് ആ ഒരു പരിപാടി നടക്കാറേ ഇല്ല. ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് കെട്ടാറുള്ളത്. ബാക്കി ഫുള്ളും മാലയായിട്ട് കോർത്ത് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ തുളസിയോ ചെമ്പരത്തി പൂ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണതും വെക്കും. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ പൂ പറിച്ച് നമ്മൾ തന്നെ കോർത്ത് ഭഗവാൻ ചാർത്തുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. നാളത്തേക്ക് വേണ്ട തെച്ചി മാത്രമാണ് പറിച്ചെടുത്തത്. അതുപോലെ തന്നെ തുളസിയും അത്ര എടുത്തിട്ടുണ്ട് കെട്ടിയത്. ഇനിയിപ്പോ നാളെ, അതായത് മറ്റന്നാളത്തേക്ക് വേണ്ടത് നാളെ കെട്ടാലോ. മാത്രമല്ല അച്ഛ കെട്ടിയ പൂ കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ആ തെച്ചി ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തായാലും പറിച്ചെടുത്ത് ഒന്നുകൂടെ കെട്ടാം. അമ്മയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കൂട്ടത്തിൽ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ വെജ് കുറുമിയും ചന്നാ മസാലയും ഉണ്ടോ വാങ്ങിച്ചിട്ട് വന്നത്.